നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണകളെല്ലാം ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത ശുദ്ധമായ എള്ളെണ്ണയാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മകത്തിന്റെ മുഖത്ത് എള്ളെറിഞ്ഞാൽ കുടത്തിന്റെ മുഖത്ത് എണ്ണ എന്നാണ് പഴമൊഴി. നോക്കത്ത ദൂരത്തോളം വിശാലമായ നെൽവയലുകളും ഇടവിള കൃഷികളും ഉണ്ടായിരുന്ന കാലത്താണ് ഈ പഴഞ്ചൊല്ലുകളെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ കാണുന്ന പാടവും. ഈ കാണുന്ന പാടം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്ന എള്ളുകളാണ്. ഈ കാണുന്ന എൾച്ചെടി വെട്ടുന്നത് മുതൽ എണ്ണയാകുന്നത് വരെയുള്ള പ്രോസസ്സ് നമുക്കൊന്ന് നോക്കിക്കാണാം. വെറുതെ കാണുക മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന ഒട്ടുമിക്ക ഓയിലുകളുടെയും വിശ്വാസ്യതയും നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനു മുന്നേ ഒരു കാലത്ത് നമ്മുടെ വയലുകളിലെ പ്രധാന ഇടവിളയായിരുന്നു എള്ള്. വയലുകൾക്കൊപ്പം നെൽകൃഷിയും ഇടവിള കൃഷികളും വിസ്മൃതിയിലാണ്ടപ്പോൾ എള്ളു കൃഷിയും പേരിനു മാത്രമായി. കഴിഞ്ഞ വർഷം സൂര്യകാന്തി വിളയിച്ച് നാടെങ്ങും വിസ്മയം തീർത്ത ഉടുമ്പന്നൂർ ആലക്കൽ വീട്ടിൽ ജയ്സൺ ചേട്ടൻ്റെതാണ് ഈ എള്ളു കൃഷി. ശൈത്യകാല വിളയായും വേനൽക്കാല വിളയായും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിൽ ചിലയിടങ്ങളിലും എള്ളു കൃഷി ചെയ്യുന്നുണ്ട്. സംസ്കൃതത്തിൽ തില, സ്നേഹരംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന എള്ള് ഹിന്ദിയിൽ തിൽ എന്നറിയപ്പെടുന്നു. ആംഗലേയത്തിൽ ജിഞ്ചല്ലി, സെസാമി എന്നറിയപ്പെടുന്ന എള്ളിന്റെ ശാസ്ത്രീയ നാമം സെസാമം ഇൻഡിക്ക എന്നാണ്. ലോകത്തിൽ എള്ള് കൃഷി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. നമ്മൾ എന്തായാലും ഇന്ന് എള്ളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു പോവുകയാണ്. എങ്കിൽ നമുക്കതിന്റെ ശാസ്ത്രീയ വശങ്ങളെ ആ ചെടിയെക്കുറിച്ചും കൂടി നമുക്ക് നോക്കാം. കൂടിയാൽ 2 മീറ്റർ പൊക്കമാണ് എള്ളിന്റെ ചെടിക്കുണ്ടാവുക. അടിഭാഗത്തെ ഇലകൾ വലുതും അരികുകൾ ചെമ്പരത്തിയില പോലെ കട്ടിങ്ങുകൾ നിറഞ്ഞതുമായിരിക്കും. മുകൾ ഭാഗത്ത് എത്തുമ്പോഴേക്കും സമുഖമായി വിന്യസിച്ചിരിക്കുന്ന മങ്ങിയ പച്ച നിറമുള്ള ഇലകൾ ചെറുതായും അടുപ്പിച്ചും കാണപ്പെടുന്നു. പൂക്കൾക്ക് നിറം വെള്ളയും പീതവുമായിരിക്കും. 4 കോണോട് കൂടിയ പയറിന്റെ ആകൃതിയിലാണ് വിത്തുകളുടെ പോടുണ്ടാവുക. മുകളറ്റത്ത് ത്രികോണാകൃതിയിൽ ഒരു വടിവുണ്ടാകും. ഈ വെട്ടിയെടുക്കുന്ന എള്ളുകൾ വെയിലത്തുണക്കിയെടുത്താണ് എള്ളായും എണ്ണയായും ഉപയോഗിക്കുന്നത്. മഴയുടെ കാഠിന്യം മൂലം ഇപ്രാവശ്യം വെയിലത്തുണക്കാൻ പറ്റിയില്ല. പകരം ഡ്രയറിൽ ഉണക്കിയതാണ്. അതുകൊണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നാം ഓരോരുത്തരും എള്ള് എണ്ണയായും എള്ളായി തന്നെയും പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നവരാണ്. മുടി വളർച്ച ത്വരിതപ്പെടുത്തുവാനും ചർമ്മത്തിലെ വരൾച്ച അകറ്റുവാനും മൃദുലത നൽകുവാനും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും മെഡിസിനൽ പർപ്പസസിനൊക്കെ നമ്മൾ എള്ള് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എള്ളെണ്ണയായി കറികളിലും പലഹാരങ്ങളിലും താളിച്ചതിലുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന ഈ എണ്ണകളെല്ലാം ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ചെറിയ യൂണിറ്റ് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വീട്ടിൽ തന്നെ ആട്ടിയെടുക്കാൻ ഉപയോഗിക്കാവുന്ന കോയമ്പത്തൂർ മെഷീനാണിത്. ഇതിൽ കൊപ്ര ചെറിയ കഷ്ണങ്ങളാക്കിയതും കടല, കടുക്, എള്ള്, സൂര്യകാന്തി, ആവണക്ക്, ബദാം, സോയാബീൻ, ഫ്ലാക്സീഡ് അങ്ങനെയെല്ലാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ആട്ടിയെടുക്കുക. ഇതിൽ തന്നെ ഇന്ന് എള്ള് ആട്ടുന്നത് കൂടി കാണിച്ചു തരാം. 200 രൂപ വിലയുള്ള 1/2 കിലോ എള്ള് ആട്ടിയാൽ 250 ഗ്രാം എണ്ണയാണ് നമുക്ക് ലഭിക്കുന്നത്. 1/2 കിലോ എള്ളെണ്ണ വാങ്ങണമെങ്കിൽ ഏകദേശം 133 രൂപയോളം ആകും. 1 കിലോ എള്ള് ആട്ടിയാലാണ് നമുക്ക് 1/2 കിലോ എണ്ണ ലഭിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരും. എങ്കിൽ കൂടിയും എണ്ണ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി, മാൻ പവർ, മെഷീൻ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ് ഇത്രയും തുച്ഛമായ വിലയിൽ മാർക്കറ്റിൽ നമുക്ക് എണ്ണകൾ ലഭ്യമാക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല. പക്ഷേ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നവയെല്ലാം ശുദ്ധമാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. എള്ളിന്റെ ഈ പിണ്ണാക്ക് നമുക്ക് സീഡ്സ് ഉണ്ടാക്കാനും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ആട്ടിയ എണ്ണ വെയിലത്ത് വെച്ച് ഊറി വരുമ്പോൾ നല്ല മഞ്ഞ നിറമായിരിക്കും എണ്ണയ്ക്കുണ്ടാവുക. ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു എള്ളെണ്ണയുടെ മാത്രം കാര്യമല്ല, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാത്തിൻ്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മെഡിസിനുകളിലും ഭക്ഷ്യപദാർത്ഥങ്ങളിലും നമ്മൾ എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് എണ്ണകളും നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അവയെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇപ്പോൾ എള്ള് കൃഷി 300 ഹെക്ടറിൽ താഴെ മാത്രമാണുള്ളത്. ഉൽപാദനക്ഷമത കുറഞ്ഞ ഹെക്ടറിന് 300 കിലോയിൽ താഴെ എത്തി നിൽക്കുന്നു. കൃഷി കൂട്ടുന്നതിനുള്ള മെഡിസിനുകളിലും അതുപോലെ ഭക്ഷ്യപദാർത്ഥങ്ങളിലും നാം എള്ളെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന നമ്മൾ ഫുഡ് പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി.